ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പല അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ നമ്മൾ കാണുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്നാൽ അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളൊരു ഭാഗ്യാവസ്ഥയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 6. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. കർത്താവ് പറയാണ്, ഇതെല്ലാം ഭാഗ്യകരമായ പല അവസ്ഥകളുണ്ടെങ്കിലും എങ്കിൽ ഇടറിപ്പോകാത്തവൻ, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹൂ ഈസ് നോട്ട് ഒഫൻഡഡ് ബൈ മീ, എന്നിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ജീവിത സാഹചര്യങ്ങൾ ഒക്കെ കണ്ടുകൊണ്ട് കർത്താവ് മുന്നമേ പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടറിപ്പോകുന്ന, പതറിപ്പോകുന്ന ധാരാളം സാഹചര്യങ്ങൾ ഒരു പക്ഷേ കടന്നു വന്നേക്കാം. എന്നാൽ അവിടെ ഇടറിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നതാണ് ഭാഗ്യകരമായ അവസ്ഥ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ താൻ വളരെ, നമുക്കറിയാം, കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി കർത്താവിൻ്റെ വരവിൻ്റെ വഴി ഒരുക്കുന്നതിനായിട്ട് വന്ന ഒരു ദൈവദാസനാണ്. താൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കർത്താവിനെ കണ്ടപ്പോൾ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. യേശുവിന് വഴി നിരപ്പാക്കുക, അത് വഴി ഒരുക്കുക എന്നൊരു വലിയ ശുശ്രൂഷയോടുകൂടി താൻ വന്നു. താൻ വളരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് ചെയ്തു, പ്രസംഗിച്ചു. എന്നാൽ താൻ അകാരണമായിട്ട് ജയിലിൽ അകപ്പെടുകയാണ്. താൻ കുറ്റമൊന്നും ചെയ്തിട്ടല്ല, നീതിയുടെ ശിക്ഷാവധി അല്ല, പിന്നെയോ അനീതിയോടെ തന്നെ പിടിച്ച് ജയിലിലാക്കിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ഉള്ളിൽ ചിന്തകൾ വന്നിട്ടുണ്ടാവാം, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് യേശു കർത്താവ്, മശിഹയാവുന്ന യേശു തന്നെ ആണല്ലോ, അവനാണല്ലോ ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ അടിമത്വത്തിൽ നിന്ന്, റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്വത്തിൽ നമ്മളെ വിടുവിച്ച് സ്വതന്ത്രമായ ഒരു രാജ്യത്തിലാക്കി രാജാധി രാജാവായി സന്തോഷത്തോടെ വാഴുന്ന ഒരു മശിഹയാണല്ലോ ഞാൻ പരിചയപ്പെടുത്തിയത്. എന്നാൽ ഞാനിപ്പോൾ തടവിലായിരിക്കുന്നു, സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട്, എന്നെ അന്വേഷിക്കുന്നില്ല, എന്നെ കാണുന്നില്ല, ഞാൻ എന്തു ചെയ്യുമെന്നൊരു ഭയം തൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ പോയി യേശുവിൻ്റെ അടുക്ക് പോയിട്ടൊരു കാര്യം ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? അതിൻ്റെ 3-ാം വാക്യത്തിൽ മഞ്ഞ് വായിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. കർത്താവെ, ഞാൻ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ മശിഹായ കർത്താവ് നീ തന്നെ അല്ലേ? ഞങ്ങളിനി വേറൊരാളെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയോ, മിസ്റ്റേക്ക് പറ്റിയോ എന്നൊരു ചോദ്യം തൻ്റെ ഉള്ളിൽ വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കാര്യം നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഒരു ടൈം ടേബിളുണ്ട്, ഒരു ടൈം ഫ്രെയിമുണ്ട്, ഒരു പ്രയോറിറ്റി ഉണ്ട്. കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിന് നമുക്കൊരു ഒരു പ്രയോറിറ്റി ഉണ്ട്. അത് വെച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന വിഷയം ഇന്നതുപോലെ നടക്കണം, ഇന്നതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറയുകയും, എന്നാൽ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ മറ്റു വിധത്തിൽ ആ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യമാണ്, ദൈവമേ, നീ വാസ്തവമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ടോ? നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ പല ഭക്തന്മാരും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദാവീദ് ഒരിക്കൽ ചോദിച്ചു, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ചോദിക്കുന്നത് മറ്റാരുമല്ല, ദാവീദ് രാജാവ് ദൈവത്തോട് ചോദിക്കുകയാണ്. ഇതേ ദാവീദ് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കുകയില്ല. ചില പ്രശ്നങ്ങളുടെ നടുവിൽ, ചില സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പോവുക സ്വാഭാവികമാണ്. യെരമ്യാ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് 12-ാം വാക്യത്തിൽ, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയമായിരിക്കുന്നത് എന്ത്? നീതിയോടെ ന്യായമായി ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മാനുഷികമായ നിലയിൽ നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകും, ദൈവമേ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഹബക്കൂക്ക് എന്ന പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? ഹൗ ലോങ്, ഓ ലോർഡ്, മസ്റ്റ് ഐ കോൾ ഫോർ ഹെൽപ്പ് ബട്ട് യു ഡോണ്ട് ലിസൺ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അപേക്ഷിക്കുമ്പോൾ, ദൈവമേ, നീ കേൾക്കുന്നില്ലയോ എന്നൊരു സംശയം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ സാധാരണയായി ഉണ്ടായിരിക്കുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു തെറ്റിദ്ധാരണ. അതായത് നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്.
നമ്മൾ വച്ചിരിക്കുന്ന പ്രയോറിറ്റി അനുസരിച്ച്, നമ്മുടെ പദ്ധതി അനുസരിച്ച് ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഒരു വിദേശ രാജ്യത്ത് ഒരു സഭയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ഒരു ദൈവദാസൻ, താൻ വളരെ സജീവമായിട്ട് ആ സഭയിൽ പ്രവർത്തിച്ചൊരു ദൈവത്തിലാണ്. എന്നാൽ തൻ്റെ ഭാര്യയുടെ വിട്ടുമാറാത്ത ഒരു അസുഖം മൂലം താൻ വളരെയധികം നിരാശപ്പെട്ടു. തൻ്റെ പ്രാർത്ഥനാ ജീവിതം നിന്നു. ഞാൻ ഒരു 2 മാസത്തിനും അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ തൻ്റെ ജീവിതം പതറിപ്പോകുന്നതായിട്ട് കാണുന്നു. ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്ന ഒരു വ്യക്തി തൻ്റെ ഏക മകനും ഒരു മകളും ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ, ഒരു എയർപ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടപ്പോൾ താൻ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്നു. തനിക്ക് അതിനൊന്നും മറുപടി കിട്ടാതെ തൻ്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാര്യം ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുന്നതാണ്. ചിലപ്പോൾ ചില റോൾ മോഡൽസായിട്ട് നമുക്ക് ആത്മീയമായിട്ട് വളരെ മാതൃകയാക്കാൻ പറ്റുന്ന നമ്മൾ വിശ്വസിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളുണ്ടാകും, കാര്യമുണ്ട്. അപ്പം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്താണ് മാറാത്തത്? എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാത്ത എന്താണെന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ദൈവമക്കളെ, കർത്താവിടെ യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. കർത്താവ് പറയുകയാണ് അതിൻ്റെ 4-ാം വാക്യത്തിൽ, യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഒറ്റ വാക്കി പറഞ്ഞാൽ, നീ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് അപ്പുറത്തായി ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ബീൻ എക്സ്പാൻഡഡ്. ദൈവരാജ്യം വളരുന്നു. ദൈവനാമം ആ മെറ്റീരിയൽ ലെവലിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചല്ല കർത്താവ് കാണിക്കുന്നത്, നിത്യതയെക്കുറിച്ചുള്ള, നിത്യമായ സന്തോഷത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ കാര്യങ്ങളെ കാണുവാനായിട്ടാണ് കർത്താവ് തന്നോട് മറുപടി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകാറുണ്ടോ? പതർച്ച ഉണ്ടാകാറുണ്ടോ? കർത്താവ് പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുവാൻ, കർത്താവിൻ്റെ കാഴ്ചയിലൂടെ കാര്യങ്ങളെ കാണുവാൻ, നിത്യമായ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നമുക്ക് ധൈര്യപ്പെടുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭൂതങ്ങളൊക്കെ വിട്ടുമാറുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, ഇമ്മീഡിയറ്റ് റിസൾട്ട് ദൈവമേ കിട്ടുമെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിക്കും. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇമ്മീഡിയറ്റായിട്ട്, ഇൻസ്റ്റൻ്റായിട്ട് മറുപടി ലഭിക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വിടുതലുകൾ, നമ്മുടെ ഇന്നത്തെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ചില വിശാലമായ വഴികൾ തുറക്കപ്പെടുവാനും അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുവാനും, ഇതൊക്കെ കേട്ട് ഈ ഒരു ലെവലിലുള്ള ഒരു ജീവിതമാണോ നമുക്ക് ഉള്ളത്? അതോ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, നിത്യതയോ ആ ദർശനത്തോടെ എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവ്, എന്നോട് കൂടെയുള്ള എൻ്റെ യേശു നിത്യതയിലേക്ക് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ നമ്മൾ പാടിയത് അത് തന്നെയാണ്. നമ്മുടെ ശോധന നമ്മളെ തകർക്കുവാനല്ല, പതറിപ്പോകാതെ നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, ഒരു പൊന്നിനെ ശുദ്ധീകരിച്ച് അതിനെ ഏറ്റവും ശുദ്ധമായ പൊന്നാക്കി മാറ്റുന്നത് പോലുള്ള പ്രോസസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പോൾ, വിതയ്ക്കുന്നവൻ പുറപ്പെട്ടപ്പോൾ ചില വിത്തുകൾ പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനാണ് വായിക്കുന്നത്, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത്, ഒരുത്തൻ വചനം കേൾക്കുന്നു, ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു, എങ്കിലും വേരില്ലാതിരിക്കാൽ അവൻ ക്ഷണികനത്രേ. അതിൻ്റെ വിശദീകരണം 21-ാം വാക്യം വായിക്കുന്നത്, വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ക്ഷണത്തിൽ ഇടറിപ്പോകുന്നവരുണ്ടല്ലേ ജീവിതത്തിൽ. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ പതറിപ്പോയി ഇടറിപ്പോകുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, കർത്താവിൻ്റെ ദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ കാണുവാൻ, എറ്റേണിറ്റി പെർസ്പെക്റ്റീവിൽ, നിത്യതയുടെ ദർശനത്തോടെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. ഒരു പഴയ നിയമ ഭക്തൻ്റെ ജീവിതാനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ആസാഫ് എന്നൊരു ദൈവഭക്തനെ കുറിച്ച് 73 സംഘത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സാം 73 അതിൻ്റെ 13 വാക്യം നമുക്കൊന്ന് വായിക്കാമോ? സാം 73:13. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഒരു ഭക്തൻ പറയുകയാണ്, ആ പഴയ നിയമത്തിലെ ഒരു വർഷിപ്പ് ലീഡറാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് വർഷിപ്പ് ലീഡർ പറയാണ്, ദൈവമേ, ഞാൻ ഇതിനെ നീതിമാനായിട്ട് ജീവിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും ഭക്തനായി ജീവിച്ചതെല്ലാം വൃഥാവാണോ ദൈവമേ എന്നെല്ലാം താൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ് അല്ലേ. ഷുവർലി ഇൻ വെയിൻ ഹാവ് ഐ ക്ലെൻസ്ഡ് മൈ ഹാർട്ട് ആൻഡ് വാഷ്ഡ് മൈ ഹാൻഡ്സ് ഇൻ ഇന്നസെൻസി. അതിൻ്റെ കാരണം നമ്മൾ ആ സംഘത്തിന് വായിക്കുമ്പോൾ അറിയാം. ഒന്നാമത്തെ കാര്യം, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോട് താൻ കടന്നു പോകുമ്പോൾ താൻ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുകയാണ്. ദൈവത്തെങ്കിലേക്കല്ല താൻ ആദ്യം നോക്കുന്നത്, പിന്നെയോ താൻ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. അതിൻ്റെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 3 മുതൽ 12 വാക്യം വരെ ഓരോ കാര്യങ്ങൾ താൻ തൻ്റെ ജീവിതവും താൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും ലോകത്തിൽ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ സേവിക്കാത്ത, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്തു പോകുമ്പോൾ താൻ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നതായിട്ട് നാം കാണാം. നമ്മൾ വായിക്കും, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്കൊട്ടും വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മർത്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ആകയാൽ ദംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. താൻ പറയാണ്, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിൽ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. ഒരു ദൈവഭക്തൻ സമൂഹത്തിലേക്ക് നോക്കി, ലോകത്തിലേക്ക് നോക്കി, തൻ്റെ അവസ്ഥയിലൂടെ, വേദനയിലൂടെ താൻ കടന്നു പോകുമ്പോൾ ദൈവത്തെ സേവിക്കാത്ത, ദൈവത്തെ അറിയാത്ത, ദൈവത്തെ പിൻപറ്റാത്ത, സഭയിൽ പോകാത്ത, ഉപവസിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അവർ പറയുകയാണ്, ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതൻ അറിവുണ്ടോ എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെയാവുന്ന ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ താൽക്കാലികമായ ടെമ്പറലായിട്ടുള്ള ബ്ലെസ്സിങ്സിനെ നോക്കിയിട്ട് ഒരു ദൈവഭക്തൻ വിഷമിക്കുന്ന അവസ്ഥയാണ്. ഇന്നാണെങ്കിൽ നമ്മുടെ കോണ്ടാക്സിൽ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ബ്ലെസ്സിങ് ഉള്ളവരുണ്ട്. ഒരു കുഴപ്പമില്ല, അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു, അവരുടെ സമ്പത്തുണ്ട്, അവർക്ക് ബാങ്കിൽ പണമുണ്ട്, അവരുടെ പിള്ളേരൊക്കെ നല്ല നിലയിലെത്തുന്നു, ഒരാൾ കാനഡയിൽ പോകുന്നു, ഒരാൾ ന്യൂസിലൻഡിൽ പോകുന്നു, എല്ലാം പ്രശ്നം. നമുക്ക് ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം, കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. രണ്ടാമത്, ഈ വ്യക്തി ഒരു ആത്മീയനായ ഒരു ജീവിതം ചെയ്തൊരു വ്യക്തിയാണ്. തൻ്റെ ആത്മീയത എന്താണ്? ഞാൻ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട്, സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അതുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. നമ്മളും പലപ്പോഴും ചിന്തിക്കുന്നു, കർത്താവേ, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും സേവിച്ചിട്ടും ആരാധിച്ചിട്ടും ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയാണോ സംഭവിക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. ഒരിക്കലും ഒരു ദൈവദാസനോട്, സഭയിലെ പാസ്റ്ററോട് ഒരു വിശ്വാസി വന്ന് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ദശാംശം ഈ സഭയിൽ തരുന്നുണ്ട്, ഞാൻ വേറെ എങ്ങും കൊടുക്കുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ കമ്പനിയിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇൻക്രിമെൻ്റ് കിട്ടി, എൻ്റെ പ്രൊമോഷൻ കിട്ടി, എന്തുകൊണ്ടാണ് പാസ്റ്ററോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പഴഞ്ചൊല്ലി പറഞ്ഞു, ഒരു പാലമായ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞത് അല്ലേ. ഞാൻ ദൈവത്തിനെ സഹായിച്ച ദൈവം എന്നെ തിരിച്ചു സഹായിക്കണമെന്നുള്ള ചിന്ത അല്ലേ. അതാണ് ഇവിടെ ആസാഫ് പറയുന്നത്, എൻ്റെ കൈകളെ വ്യർത്ഥമില്ലായ്മയിൽ കഴിയത്, ഞാൻ കുറ്റമില്ലായ്മയിൽ ജീവിച്ചതൊക്കെ വ്യർത്ഥമായി പോയോ, ദൈവം കാണുന്നില്ലേ എന്ന ചോദ്യം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ക്രിസ്തീയ ജീവിതം ദൈവം എങ്ങും പറയുന്നില്ല സുഖത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും. നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, അതല്ല വാസ്തവത്തിൽ നമ്മൾ അറിയണം. ദൈവത്തിന് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുന്നു. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഒരു വരമാണ്, ഒരു ഗിഫ്റ്റാണെന്നുള്ളത് കാര്യം നമ്മൾ ഓർക്കണം. മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ ആത്മീയരായി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരാകാം, നമ്മുടെ അയൽക്കാരാകാം, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഇടർച്ച ഉണ്ടാകുന്നില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ആസാഫ് പറയുന്നൊരു കാര്യം വേണ്ട, അതിൻ്റെ 15-ാം വാക്യം 73:15. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ, ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു.
ദേവദാസൻ പറയുന്നത് ഇതൊക്കെ താൻ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ എഴുതി വെച്ചതേ ഉള്ളൂ, ആരോടും താനെ പോയി പറഞ്ഞില്ല. ഇത് പറഞ്ഞായിരുന്നെങ്കിൽ എത്രയോ പേരുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇന്ന് പലരുടെയും സാക്ഷ്യവും അവരുടെ ജീവിതവും അവരുടെ മുഖഭാവവും താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതും കണ്ട അവർ ഈ ദൈവത്തിലാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നൊരു സാഹചര്യം. അങ്ങനെയാണോ ദൈവമക്കളെ? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണോ, അതോ അവരുടെ ഹൃദയത്തിൽ നിരാശയും സംശയവും ഉളവാക്കുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒടുവിൽ എന്ത് ചെയ്യുന്നു? 17-ാം വാക്യം ഒന്ന് വായിക്കാം, വേഴ്സ് 17. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ഒടുവിൽ ഫൈനലി ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞിട്ട് ആസാഫ് ദൈവസന്നിധിയിൽ ഒന്ന് പോയി സ്വല്പസമയം ഇരുന്നു പ്രാർത്ഥിച്ചു. തൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ, നീ ഇതുവരെ പറഞ്ഞ എല്ലാം നിന്റെ കണ്ണിലൂടെ നീ കണ്ട, നീ കുറച്ച് നേരം ഈ എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. നീ കടന്നുപോയ വിഷയങ്ങൾ, നീ സമ്പന്നന്മാരാണ്, പുഷ്ടിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞ ആളുകളുടെ അന്തം എന്താകും എന്നൊക്കെ നീ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോഴേ തനിക്കുണ്ടായ ചില കാര്യങ്ങൾ അവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, നിശ്ചയമായി നീ അവരെ വഴിവഴുപ്പിൽ നിർത്തും. ദൈവഭക്തൻ ലോകപ്രകാരമുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ദൈവസന്നിധിയിലേക്ക് ഇരുന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ആദ്യം കൊടുത്ത കാര്യം എന്താ? നീ കണ്ട ആളുകളെയൊക്കെ നോക്കാൻ പറഞ്ഞു. കർത്താവിൻ്റെ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ ഇവരെല്ലാം സ്ലിപ്പറി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തോ, വഴുവഴുപ്പിൽ ഏത് സമയത്തും അടിച്ച് താഴെ വീഴാനുള്ള സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ദൈവത്തിന് പറഞ്ഞ ഇബ്രാഹിം നമ്മൾ വായിക്കുന്നു, ഇളക്കമില്ലാതെ നിലനിൽക്കേണ്ട നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന്. കാര്യം മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കി ഉയർത്തിപ്പൊക്കുന്ന എല്ലാ സമൃദ്ധിയും അനുഗ്രഹങ്ങളെല്ലാം ഇതെല്ലാം ഇളകിപ്പോകുന്നതാണ്, ഇതിന് വഴുവഴുപ്പിൽ നിൽക്കുന്നതാണെന്നുള്ള സത്യം ദൈവഭക്തന് മനസ്സിലായി. എപ്പോഴാണ് മനസ്സിലായെന്ന് ഓർക്കണം? ഒടുവിൽ ഞാൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ, കാര്യങ്ങളെ വിശകലനം ചെയ്തപ്പോൾ തനിക്ക് വ്യക്തമാകുകയാണ് സാഹചര്യങ്ങളുടെ വ്യത്യാസം. രണ്ടാമത് 20-ാം വാക്യം വായിക്കുന്നു, ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ ഒരു സ്വപ്നം, ജീവിതം എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുന്നത് പോലെയാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എത്ര പേർക്ക് അത് ബോധ്യമുണ്ട്? നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാനായിട്ട് ഒരുപാട് അധ്വാനിക്കുമ്പോൾ ദൈവമക്കളെ, the content, the very essence of life is like a dream. ഒരു സ്വപ്നം കാണുന്നത് പോലെ മാത്രം. അതുകൊണ്ട് ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത് എന്താ? സകലതും മായത്രേ. ഭൂമിയിൽ നമ്മൾ അഭിവൃദ്ധി ചെയ്യുന്ന അനുഗ്രഹമൊന്നും പറയുന്നതിനെ കുറിച്ചൊക്കെ ഒരു ദൈവഭക്തന്റെ വീക്ഷണം എന്ന് പറഞ്ഞതെല്ലാം മായയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് താൻ പറയുകയാണ്, തന്നെക്കുറിച്ച് തന്നെ കാണുകയാണ്. 22-ാം വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. ഇത്രയൊക്കെ ചിന്തിച്ച് ആസാഫ് പറയാം, ദൈവമേ ഞാൻ ഇതൊക്കെ ചിന്തിച്ചപ്പോൾ ഞാനൊരു പൊട്ടനായിരുന്നു പറഞ്ഞല്ലേ. നമുക്ക് എത്ര പേർക്ക് പറയാൻ, കർത്താവേ ഞാനത് ചിന്തിച്ചതൊരു പൊട്ടിയായിട്ടാണ്, ഞാനൊരു പൊട്ടനായിട്ടാണെന്ന് നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഐ വാസ് എ ഫൂളിഷ് സ്റ്റുപ്പിഡ് ഇഗ്നറൻറ്റ് ലൈക്ക് ആൻ ആനിമൽ. മൃഗത്തിൻ്റെ ലക്ഷ്യം ഇപ്പം എങ്ങോട്ടാ? ആനിമലിൻ്റെ എല്ലാം നോട്ടം എങ്ങോട്ടാ? മേലോട്ട് നോക്കി നടക്കുമെന്നാ, അതെ, എല്ലാം താഴോട്ട് നോക്കും, എന്തോ കിട്ടും എവിടുന്ന്. പൊട്ടനായ മനുഷ്യന് ഇത് തന്നെ ചെയ്യുന്നത്. ഉയരത്തിലോട്ടുള്ള നോട്ടമില്ല, എറ്റേണിറ്റിയിലോട്ടുള്ള നിത്യതയിലോട്ടുള്ള ദർശനമില്ല, ഭൂമിയിലെ നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ. മൂന്നാമത് എനിക്കൊരു കാര്യയുടെ ബോധ്യമാണ്. 23-ാം വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ മറന്നുപോയി, എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം എന്നോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലൂടെ, വേദനയുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ആ സ്നേഹത്തിൻ്റെ കരുത്താൽ എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ദൈവദാസന് ദൈവം നൽകി കൊടുക്കുകയാണ്. ഒരു പാട്ടുകാരൻ അതാണ്, ഐ ഡോണ്ട് നോ അബൌട്ട് ടുമോറോ ബട്ട് ഐ നോ ഹൂ ഹോൾഡ്സ് ടുമോറോ ആൻഡ് ഐ നോ ഹൂ ഹോൾഡ്സ് മൈ ഹാൻഡ്. അല്ലേ, നാളെക്കുറിച്ച് എനിക്കറിയത്തില്ല, ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നാളുകളെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവിനെ എനിക്കറിയാം. അതേ കരം കൊണ്ട് തന്നെ എന്നെയും പിടിച്ചിരിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. 24-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, തൻ്റെ ഭാവി എന്താണെന്നും തനിക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കുന്നു. വേഴ്സ് 24 ഒന്ന് വായിക്കാമോ? നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എത്ര ശ്രേഷ്ഠമായ അനുഭവം ദൈവമേ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. എൻ്റെ പദ്ധതികൾ അനുസരിച്ചില്ല, ഞാൻ നിന്റെ ആലോചന അനുസരിച്ച് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ഉണ്ടായെന്നിരിക്കാം, പതറിപ്പോകത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെന്നിരിക്കാം. ഞാൻ അവിടെ പതറിയില്ല കർത്താവേ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അതിൻ്റെ 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ
അവൻ്റെ ചിന്താഗതികൾക്ക് തന്നെ, പ്രയോറിറ്റീസിന് തന്നെ മാറ്റം വരുന്നതായിട്ട് വായിക്കുന്നത്. എന്താണ് 25 വായിക്കുന്നത്? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പറയാണ്, ദൈവമേ സ്വർഗത്തിൽ നിന്നെ അല്ലാതെ എനിക്ക് ആരുള്ളൂ, നീ അല്ലാതെ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആശ്രയിക്കുന്നില്ല എന്നുള്ളതല്ല, ആഗ്രഹിക്കുന്നില്ല. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിതത്തിൻ്റെ ആ ഇല്ലായ്മയെ, ആ ഫ്രാജൈൽ ലൈഫിനെ കുറിച്ച് പറയുന്നതിന് 26-ാം വാക്കിൽ എന്താണ് വായിക്കുന്നത്? ഷോർട്ട്നെസ് ഓഫ് അവർ ലൈഫ്. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. എന്തെല്ലാം മരുന്ന് കഴിച്ചാലും, എന്തെല്ലാം വൈറ്റമിൻസ് ആഡ് ചെയ്താലും, കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തെല്ലാം കഴിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ചെയ്യും. ഡോക്ടേഴ്സ് അത് പറയുമല്ലോ. നമ്മൾ ഏജ് കഴിയുന്തോറും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം. സമർത്ഥമൊന്നും അനുഗ്രഹമൊന്നും വലുതൊന്നും പറയുന്ന കാര്യങ്ങളുടെയൊക്കെ എത്ര സെലിബ്രിറ്റി ആയാലും ഇത്രയേ ഉള്ളൂ. ഹൃദയവും മാംസവും ക്ഷയിച്ചു പോകുന്നത്. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനം ഒന്ന് മാറുവാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ ലോകമനുഷ്യരെ പോലെ ലോകത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പതർച്ച ഉണ്ടാകുന്നത്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും വളർച്ചകളും വിശാലതയുമാണ് വലിയ കാര്യം എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയത്തില്ല. ആ സമയത്ത് പതറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ദർശനങ്ങൾ മാറിയെങ്കിൽ മാത്രമേ സാധിക്കൂ. ഒരു കാര്യം കൺക്ലൂഷനായിട്ട് ഞാൻ ചോദിച്ചത്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ വിലമതിക്കുന്നത്? നമ്മൾ ഏതിനെയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്? നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് ഓർക്കുക. പ്രവാചകന്മാർ പറയുന്ന പോലുള്ള വലിയ പ്രവചനത്തിൻ്റെ ദൂതുകളൊക്കെ ആണോ? വിശാലമായ വഴി നിനക്ക് വേണ്ടി തുറക്കുന്നു, കാറല്ല കാറുകൾ, വീടല്ല വീടുകൾ എന്ന് പറയുന്ന വാക്കിലാണോ നമ്മൾ മയങ്ങിയിരിക്കുന്നത്? അതോ വാസ്തവമായിട്ട് ഇതിൻ്റെയൊക്കെ ടെമ്പറൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിത്യമായ സത്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പൗലോസ് പറയുന്നു, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതുകൊണ്ടാണ് അപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നു എന്നുള്ളതോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇൻസ്റ്റൻ്റായിട്ട് മറുപടി കിട്ടുന്നു എന്നുള്ള വിഷയത്തിലൊന്നുമല്ല. കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം, പക്ഷെ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിനും ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ പൗലോസിനോട് ചേർന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്താ പറയുന്നത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവസേനയിൽ നമ്മെ വേർതിരിക്കാൻ യാതൊരു ശക്തിക്കും, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ജീവനോ ആപത്തോ വാളോ, ഒരു ദൈവഭക്തൻ പറയുകയാണ്, ഇതിനൊന്നിലും ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മൾ പലതും അനുഗ്രഹങ്ങളെന്ന് പറയുന്നതൊക്കെ എന്താണ്? പല ആളുകൾ പറയുന്നത് ദേ ആർ വെൽ സെറ്റിൽഡ്, ദേ ആർ വെൽ ഓഫ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇരിക്കും, ദൈവമേ ഞാൻ എവിടെ നിൽക്കുന്നു? ഭയപ്പെടേണ്ട ദൈവമക്കൾ, ഇതെല്ലാം സ്ലിപ്പറി ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ആസാഫിന് മനസ്സിലായത്. ദൈവസന്നിധിയിലേക്ക് ചെന്നു, അപ്പോൾ തൻ്റെ കണ്ണുകളെ ദൈവം തുറന്നു. രണ്ട് തരത്തിലുള്ള വ്യക്തികളെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് പഴയ നിയമത്തിൽ യാക്കോബ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്തോ, ദൈവമേ ഞാൻ ഇവിടെ നിന്ന് പോയി എന്നെ ക്ഷേമമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ നീ എന്നോട് കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ച് മടക്കി കൊണ്ടുവരാമെങ്കിൽ ഞാൻ നിനക്ക് യാഗപീഠം അർപ്പിക്കും, നീ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ നിൻ്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പൗലോസ് എന്ന പുതിയ നിയമ ഭക്തൻ പറയുന്നത് എന്താണ്? ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് ഇൻ ഓൾ സിറ്റുവേഷൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ ശക്തിയല്ല എന്നെ ബലപ്പെടുത്തുന്ന ദൈവം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനപ്പുറത്തായി എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്താവിഷയം ഇതാണ്. കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. Blessed is the one who is not offended by me. ദൈവസേനയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. God bless you.